ഇപ്പോഴത്തെ അവസ്ഥ. ഇവളൊക്കെ അഭിനയിക്കാൻ പോയ ഏതെങ്കിലും ഒരു സെറ്റ് സംവിധായകനെ, നിർമ്മാതാവിനെ തെറി വിളിക്കാതെ പോയ ചരിത്രമില്ല. നിങ്ങൾ തിരക്കി നോക്കൂ. ഞാൻ വെറുതെ പറയല്ല. അഭിനയിക്കാൻ വെച്ച ഒരു സംവിധായകനെയും വെറുതെ വിട്ടിട്ടില്ല. തളക്കി വിളിച്ചിട്ടുണ്ട്, പട്ടീനെങ്കിലും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാൻസ് കൊടുത്ത നിർമ്മാതാവിനെയും തെറി വിളിക്കാതെ ഒരു സെറ്റിൽ നിന്നും പോകില്ല. നിന്റെ പേരും നാളുമൊക്കെ ഉള്ള ഒരു കാർഡ് എടുത്ത് കാണിക്കും എന്ന് പറഞ്ഞു തന്നു. ഒരു ചവിട്ടടിച്ചു കൊടുക്കേണ്ടതെന്ന് പള്ള വയറ്റിലിട്ട് തുണി കിട്ടിയ നടന്ന് ഫോണിലെടുത്ത് ചേച്ചി അത് പറ, ചേച്ചി മറ്റത് പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയിച്ച് പുറത്തു വിടുന്ന കാഴ്ച അറപ്പിനും അപ്പുറം. നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പൊ നമ്മുടെ റിയാക്ഷൻ രംഗത്തെ താത്വിക ആചാര്യൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ശാന്തിവിള ദിനേശ്, അതെ, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ ഒരു തൽപര കക്ഷിയെ എടുത്ത് അങ്ങ് ഉടുക്കുന്ന വീഡിയോ ആണ്. തൽപര കക്ഷി ആരാണ് എന്ന് ഞാൻ പേര് പറയുന്നില്ല. പേര് പറയാതെ തന്നെ മലയാളികൾക്കെല്ലാം ഇന്ന് സുപരിചിതമാണ്. ഈ സ്റ്റോറി പറയുമ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആൾ ആരാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. അത് സ്കിപ്പ് ചെയ്യല്. തുടക്കം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇപ്പം നിലവിൽ വർത്തമാനകാല കേരളത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ആരാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. സ്കിപ്പ് ചെയ്യൽ അവസാനം വരെ കാണുക, നമ്മളത് സപ്പോർട്ട് തരിക. ഉദാഹരണത്തിന് പടമോ പപ്പടമോ ഇല്ലാത്ത ഒരു ജന്തു ദിനം ദിനം പുറത്തേക്ക് തള്ളുന്ന മലീമസമായ വാർത്തകൾ പിറകെ നടന്ന് ഫോണിലെടുത്ത് ചേച്ചി അത് പറ, ചേച്ചി മറ്റത് പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയിച്ച് പുറത്തു വിടുന്ന കാഴ്ച അറപ്പിനും അപ്പുറം പറയേണ്ടതാണ്. അവൾക്ക് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തു, അവള് മറ്റവൻ്റെ കൂടെ കിടന്നു, ഞാൻ അവൻ്റെ തെളിവ് ചോദിച്ചു, ഞാൻ അവൾക്ക് 50,000 രൂപ കടം കൊടുത്തു എന്ന് തുടങ്ങി എന്തൊക്കെയൊക്കെ ഈ അടവലായ സ്ത്രീ ദിവസവും പുറത്തേക്ക് നൽകുന്ന വിഷലിപ്തമായ വാചകങ്ങളാണ്. 20 ലക്ഷം പറ്റിച്ച കേസിലെ പ്രതിയായിട്ട് കോടതി നിൽക്കുന്നതാണ് പറയുന്നത്. റിസർവ് ബാങ്ക് അടിക്കുന്ന നോട്ട് മുഴുവൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്. അപ്പോൾ അവൾ എൻ്റെ 50,000 ചോദിച്ചപ്പോൾ ഞാൻ അപ്പം എടുത്തു കൊടുത്ത 50,000. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തൽപര കക്ഷി ആരാണ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. വാസ്തവമാണെന്ന് പറഞ്ഞാലും പോരാ, വാസ്തവത്തിന്മേൽ വാസ്തവമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഒരിളക്കിളക്കാൻ നോക്കി. അതായത് ഈ രാജിവെച്ചൊക്കെ പുറത്തു പോയപ്പോഴേ എല്ലാവരും ഇപ്പം അൻസിബയുടെ പക്ഷം ഏകദേശം വിജയിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരുമാതിരി അലിഗേഷനുമായിട്ട് വന്നിട്ട് അതാണ്, അത് ചെയ്തു, ഇന്ന ഹോട്ടലിൽ പോയി, അവിടെ വെച്ച് ഇന്ന ആളെ കണ്ടു, ഇതൊന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പം അവരതിനെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. ഒന്ന് വർഗീയവൽക്കരിക്കാനും കൂടെ നോക്കി. സത്യത്തിൽ അതും വില പോയില്ല. സത്യത്തിൽ ചേച്ചിക്ക് ഇപ്പം അടിപറ്റിയിരിക്കുകയാണ്. എന്ത് പണിയെടുത്ത് നോക്കിയിട്ടും അങ്ങോട്ട് കയറിയില്ല ചേച്ചി എന്നുള്ളതാണ്. ഇപ്പം അൻസിബ ഇഷ്യൂ ആണെങ്കിൽ തന്നെയും അതും ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറെക്കുറെയൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയോടെ ഒന്ന് കേൾക്കാം നമുക്ക്. പിന്നെ ഞാൻ അവളുമായിട്ട് അഭിഹിത ബന്ധമുള്ളതിൻ്റെ നിന്റെ തെരഞ്ഞെടുപ്പ് കാർഡ് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞത് ഞാനായിട്ടായിരുന്നു ചോദിച്ചത്. നീ ആരുടെയാണ് ചോദിക്കാൻ? നിനക്ക് പോലീസ് ഉദ്യോഗമുണ്ട്. പോലീസ് ഉദ്യോഗം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒന്നും ചെയ്യാക്കില്ല. പ്രായപൂർത്തിയായ, വിവാഹം കഴിച്ചവളാവാം കഴിക്കാത്തവളാവാം, പക്ഷെ പ്രായപൂർത്തിയായ, ശരീരം വിൽപ്പനയ്ക്ക് വെക്കുന്നതല്ല എങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു റൂമിൽ ഒന്നിച്ച് കിടന്നാൽ ഒരു പുല്ലും ചെയ്യാൻ ഒക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഈ അലവലാതെ ചെന്ന് റൂമിലിരിക്കുന്ന പുരുഷനോട് നിന്റെ പേരും നാളുമൊക്കെ ഉള്ള ഒരു കാർഡ് എടുത്ത് കാണിക്കും എന്ന് പറഞ്ഞു തന്നു. ഒരു ചവിട്ടടിച്ചു കൊടുക്കേണ്ടതെന്ന് പള്ള വയറ്റിലിട്ട്. തുണി കെട്ടിയും നാണവും മാനവും ഇല്ലെങ്കിൽ ആരെയും എന്ത് വിളിച്ചു കൂവി നാറ്റിക്കാം. ഒരു പോലീസും ഒരു കോടതിയും തന്നെ ഒരു പുല്ലും ചെയ്യില്ല എന്ന ധാർഷ്ട്യമാണോ അതോ മന്ദബുദ്ധി ആയതുകൊണ്ടുള്ള അറിവുകേടാണോ എന്നറിയില്ല. ഈ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടി മാത്രം. എന്നാ ഇപ്പൊ അമ്മയിലെ കോടതി നിയമമൊക്കെ ഈ പറയുന്ന സ്ത്രീ ആണല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചോദിക്കാമല്ലോ. ഇതിനകത്ത് വേറൊരു കേസ് കേട്ടുണ്ട്. അൻസിബ എന്ന് പറയുന്ന വ്യക്തിക്ക് മദ്യം മേടിച്ചു കൊടുത്തു. സത്യം, മദ്യം മേടിച്ചു കൊടുത്തിട്ട് വെളുപ്പിനെ 3 മണി വരെ അവർ രണ്ടുപേരും റൂമിലുണ്ടായിരുന്നു. ഈ മദ്യം മേടിച്ചു കൊടുത്ത ഈ കക്ഷി കുടിച്ചോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. കുടിക്കുന്നത് തെറ്റാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അത് നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. അതിപ്പം ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലായിരിക്കും. ഞാൻ തെറ്റെന്ന് പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് തെറ്റാവണമെന്നില്ല. അപ്പം വ്യക്തിപരമായ അവരവരുടെ ഇഷ്ടമാണ് ആര് കുടിക്കണം ആര് കുടിക്കേണ്ട, അവർക്ക് കുടിക്കണോ കുടിക്കാതിരിക്കണോ എന്നുള്ളത്. പിന്നെ അവരുടെ വീട്ടുകാരാണ് അതിനകത്ത് എന്തോലും അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ടവരാണ് എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കേണ്ടത്. എന്തായിരുന്നാലും ഇപ്പം അൻസിബയ്ക്ക് മദ്യം മേടിച്ചു കൊടുത്തു എന്നുള്ളത് ചിലപ്പോൾ സത്യമായിരിക്കാം. അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിരുന്ന് കുടിച്ച ആൾ കൂടിയായിരിക്കാം ഈ പറയുന്ന വ്യക്തി എന്നുള്ളത്. അല്ലെങ്കിൽ മദ്യം മേടിച്ചു കൊടുത്തിട്ട് വെളുപ്പിനെ 3 മണി വരെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കഥകിന് പോയി മുട്ടിയിട്ട് ഇതാരാന്ന് ചോദിക്കണമെങ്കിൽ അത്രയും ഈഴടപ്പം ഇവർ തമ്മിൽ ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണല്ലോ പോയി ചോദിച്ചത്. അല്ലെങ്കിൽ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളോട് പോയി ഇതാരടി എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ആരും പതിവ്രതകളായി ചമയരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം അണ്ണം ബാക്കിയൂടെ പറയുന്നതെന്ന് കേൾക്കാം. ഇതിനകത്താണ് പോയിന്റ് ഇരിക്കുന്നത്. ഈ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങേണ്ട ഗതികേടിലാണ് ആഭ്യന്തര വകുപ്പ് എന്ന് നിസ്സംശയം പറയാം. ഒരു പോലീസ് സ്റ്റേഷൻ അവർക്ക് വേണ്ടി മാത്രം, അവരുടെ പേര് കൊടുക്കുന്ന കേസും അവർ കൊടുക്കുന്ന കേസുകളും കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങേണ്ട അവസ്ഥയിലാണ്. അത് ചിത്രീകരിച്ച് നാറിയ ഹെഡിങ് കൊടുത്ത് കാശുണ്ടാക്കാൻ നടക്കുന്നവരെ എവിടെ വിളിക്കുന്ന പേരിനേക്കാൾ മോശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയല്ലേ?
അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഇവരുടെ പുറകെ നടന്ന് ഈ കൂതറ വാർത്തകൾ എടുക്കുന്നവരെ. സത്യത്തിൽ ഞാൻ പറയാൻ വന്നത് ഈ നാട്ടുകേസിനെ പറ്റി അല്ല. ഇതുപോലുള്ള ഐറ്റംസിനെ അഭിനയിക്കാൻ വിളിക്കുന്ന ആശാന്മാരെ 10 വെട്ടി മുതുകത്തടിക്കണം എന്ന് മാത്രമേ ഞാൻ പറയൂ. പറയുന്ന വേഷം, പറയുന്ന കാശിന് മര്യാദയ്ക്ക് വന്ന് ചെയ്ത് കുടുംബത്തിലെ അല്ലല് മാറ്റാൻ കൊതിക്കുന്ന എത്രയോ പാവങ്ങൾ വർക്കില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇത്തിരി കട്ടിയും കനവും തൊലിവെളുപ്പും ഇരിക്കാൻ പറഞ്ഞ കിടക്കട്ടെ എന്ന് ചോദിക്കുന്ന തൊലിക്കട്ടിയും ഉള്ളവളുമാരെ മതി മലയാള സിനിമയ്ക്ക്. അതാണ് സംഭവം. സത്യമാണ് കേട്ടോ. നിലവിലത്തെ സാഹചര്യം വെച്ച് ഒരു സ്റ്റേഷനും ഒരു കോടതിയും പുള്ളിക്കാരിക്ക് കൊടുക്കേണ്ട വരും. അതിപ്പോൾ മൊബൈൽ കോടതിയാണെങ്കിൽ അത്രയും നല്ലത്. കാര്യം രാവിലെ എണീക്കുമ്പോൾ ഇന്ന് ഞാൻ എന്തിൻ്റെ പേര് കേസ് കൊടുക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു കേസ് എന്നാൽ ഇന്ന് അതിൻ്റെ പേര് ഇരിക്കട്ടെ കേസ്, രാവിലെ അതിന് കൊടുക്കുക. വൈകുന്നേരം ആകുമ്പം ഇന്ന് ഞാൻ വൈകിട്ട് എന്ത് കേസ് കൊടുക്കും എങ്കിൽ ഇതിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് പറയും ഞാൻ ഇന്ന അഡ്വക്കേറ്റിനെ വെച്ചപ്പോൾ ഉണ്ട്, നല്ലൊരു അഡ്വക്കേറ്റാണ്. എന്നിട്ട് ഞാൻ 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ ഉണ്ട്. ഇതെല്ലാം ഇവരുടെ കാര്യം. എന്നാൽ ഇവരുടെ പേര് കിടക്കുന്ന വലിയൊരു കേസുണ്ട്, അതിനെക്കുറിച്ചൊന്നും മിണ്ടത്തുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇച്ചിരി ഭാഗോടുണ്ട്, അതോടൊന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ ഇവളൊക്കെ അഭിനയിക്കാൻ പോയ ഏതെങ്കിലും ഒരു സെറ്റ് സംവിധായകനെ നിർമ്മാതാവിനെ തെറി വിളിക്കാതെ പോയ ചരിത്രമില്ല. നിങ്ങൾ തിരക്കി നോക്കൂ. ഞാൻ വെറുതെ പറയല്ല. അഭിനയിക്കാൻ വെച്ച ഒരു സംവിധായകനെയും വെറുതെ വിട്ടിട്ടില്ല. തളക്കി വിളിച്ചിട്ടുണ്ട്, പട്ടീനെങ്കിലും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാൻസ് കൊടുത്ത നിർമ്മാതാവിനെയും തെറി വിളിക്കാതെ ഒരു സെറ്റിൽ നിന്നും പോകില്ല. ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഓണം വന്നു. ഭൂരിപക്ഷം പേരും പറഞ്ഞു, സാറേ ഓണത്തിന് അവധി തരണം സാറേ, ഒരു 3-4 ദിവസം ഒന്ന് ബ്രേക്ക് ചെയ്യണം സാറേ, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, കുടുംബത്തോടൊപ്പം ഊണ് കഴിക്കണം. 1-ാം ഓണം മുതൽ 4-ാം ഓണം വരെ 4 ദിവസം ഷൂട്ടിങ്ങിൽ അവധിയാക്കി. ഷൂട്ട് ക്രൂവിനെ മൊത്തം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞവൾ മാത്രം ഞാൻ വീട്ടിൽ പോകണില്ല, ഞാൻ ഈ ഹോട്ടലിൽ തങ്ങുന്നു എന്നങ്ങ് ഉറപ്പിച്ചു. ബാക്കി എല്ലാവരും പോകുമ്പോഴും പറയണം ഞാൻ ഹോട്ടലിൽ കിടന്നോളാം, വേറെ ബിസിനസ് ഉണ്ടല്ലോ. വീട്ടിൽ ഭർത്താവ് ഉദ്യോഗസ്ഥനും കുഞ്ഞും ഉള്ളവളാണ്. പക്ഷെ അത് വേണമെങ്കിൽ വെച്ച് തിന്നിട്ടെന്നേ. ഞാൻ പോണില്ല, എന്നെ കാണാൻ ചിലർ വരും, എന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിർമ്മാതാവ് ഒരു മനസ്സലിവുള്ളവനായിരിക്കും. ഓണമല്ലേ, തിരുവോണത്തിന് എൻ്റെ വീട്ടിൽ വന്ന് ഉണ്ണാൻ വിളിച്ചു. ചെന്നു. വല്ലാത്തൊരു പണിയായി പോയില്ല. കാര്യം എന്താ പറഞ്ഞാലും നല്ലൊരു തിരുവോണമായിട്ട് ഭർത്താവിനെയും കൊച്ചിനെയും മാത്രം ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഈ ഹോട്ടൽ റൂമിൽ കിടന്നോളാന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ഇപ്പം എന്തോലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. അതിപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമില്ലേ, ഓണം ആഘോഷിക്കണോ വേണ്ടായോ എന്നുള്ളത്. അപ്പോഴേ ഈ സ്വന്തമായിട്ട് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറയുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഒന്ന് അവലോകനം ചെയ്യണം. അത് ഞാനാണെങ്കിൽ തന്നെയും ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് എന്നിൽ ആ തെറ്റുകളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ശരിയാണോ, പെർഫെക്റ്റ് ആണോ അയാളെ ഉപദേശിക്കാൻ എന്നുള്ളത്. മറ്റൊരു കേസായിട്ട് 2 കാലി മന്ദം വെച്ചുകൊണ്ട് 1 കാലി മന്ദമുള്ളവനെ കുറ്റം പറയുക, അത് നമ്മുടെ പഴമക്കാർ പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ അങ്ങനത്തെ ആളാണോ എന്ന് കൂടി സ്വയം ചിന്തിക്കുക. പിന്നെ വേറൊരു കേസായിട്ട് പറയാനുള്ളത്, ഈ വിഷമം തോന്നി ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഓണത്തിന് സദ്യ കൊടുത്ത ആ സംവിധായകന് പിന്നെ സംഭവിച്ച നല്ല കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായ. അതുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഫുൾ ഒരു ഇമേജ് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാരാണ് എന്താണ് എന്നുള്ളത്, ഈ പുള്ളിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക. സദ്യ മൂക്കറ്റം വലിച്ചു കയറ്റി. ഓണം കഴിഞ്ഞ് വർക്ക് തുടങ്ങിയപ്പോൾ നടിയുടെ കുണം മാറി. ഹോട്ടലിൽ വെറുതെ കിടന്ന ഈ ഓണത്തിന്റെ 4 ദിവസത്തെ ശമ്പളം വേണം, ഇല്ലെങ്കിൽ ബാക്കി ഞാൻ നടിക്കില്ല എന്നങ്ങ് തീരുമാനിച്ചു. ചലമ്പാണ്ട് കാശ് കൊടുത്തു നിർമ്മാണം. അയാളുടെ വീട്ടിൽ പോയി ഓണസദ്യ കൊണ്ടിട്ടാണ് പറഞ്ഞത്, ഞാൻ ഈ ഹോട്ടലിൽ കിടന്ന 4 ദിവസത്തിന് പൈസ തരണം. എന്ത് ചെയ്യാനെന്ന് ഇതുപോലുള്ള ഐറ്റംസുകളെ വിളിക്കൂ അഭിനയിക്കാൻ. അതാണ് നമ്മുടെ സിനിമയുടെ ഒരു കുഴപ്പം. ഇങ്ങനെയുള്ള ഐറ്റംസുകൾ മതി. എന്ത് ചെയ്യാനൊക്കെ വന്നാ ഇപ്പം മലയാള സിനിമയ്ക്ക് ഇതൊക്കെ മതി. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ പറയുന്ന വ്യക്തി സിനിമയിലൊന്നും കാണുന്നൊന്നുമില്ല. ഇപ്പൊ സീരിയലിലുണ്ടോ എന്നുള്ളത് അത് കാണാത്തതുകൊണ്ട് അറിയാൻ വയ്യ. എന്തായാലും ആകെ ഉള്ളത് ഈ പറയുന്ന അമ്മയെന്നും പറഞ്ഞുകൂടാ, AMM എന്ന് പറയുന്ന സംഘടനയിലാണ്. ഇപ്പൊ അതിൽ നിന്നും പുറത്തായ സ്ഥിതിക്ക് ഇനിയിപ്പം വല്ല കാർട്ടൂണോ വല്ല സീരിയലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അഭിനയിക്കുമായിരിക്കും. എന്തോലുമൊക്കെ ആവട്ടെ. ഇവരെയൊക്കെ കുണം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായല്ലോ. ലീവ് എടുത്ത് എല്ലാവരും വീട്ടിൽ പോയപ്പോൾ ബ്രേക്ക് കൊടുത്ത ദിവസമേ ഞാൻ ഹോട്ടലിൽ തന്നെ താമസിക്കാന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ പോയി സദ്യ ഉണ്ടിട്ട് വന്നിട്ട് അയാളേക്ക് പറയാ എനിക്ക് 4 ദിവസത്തെ കാശ് വേണമെന്ന്, ശമ്പളം വേണമെന്ന്. എന്റെ പൊന്നോ, എത്ര കിട്ടിയാൽ മതിയാവും ഇവർക്കൊക്കെ. ആർത്തി, മറ്റൊന്നുമല്ല, കാശിനോടുള്ള ആർത്തി, ഒരിക്കലും തീരാത്ത ആർത്തി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെയിലി 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് 800 രൂപയ്ക്ക് 1000 രൂപയ്ക്കൊക്കെ ജോലിക്ക് പോയി വരുന്നവരാണ് ഏറ്റവും മെച്ചമെന്ന് ഞാൻ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്രയും ഒരു ആർത്തി ഇല്ല കാശിനോട്. എന്തായാലും എൻ്റെ പൊന്നോ, സെലിബ്രിറ്റികളെന്ന് പറയാനേ ഒക്കത്തുള്ളൂ നമിച്ച് നിങ്ങളുടെ മുമ്പിൽ. എന്തായാലും ഈ ഒരു ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു, അങ്ങനെ കൊണ്ടുവന്നതാണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എല്ലാവരും കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. പിന്നെ പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യണം. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. താങ്ക് യു.